ഉത്തർപ്രദേശിലെ മഥുരയിൽ സണ്ണി ലിയോൺ പങ്കെടുക്കുന്ന ബാറിലെ പുതുവത്സര ആഘോഷ പരിപാടി റദ്ദാക്കി. സന്യാസിമാരുടെയും ചില മതസംഘടനകളുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് ഈ പരിപാടി റദ്ദാക്കിയത്. ഒരു സന്യാസി ജില്ലാ മജിസ്ട്രേറ്റ് നൽകിയ പരാതിക്ക് പിന്നാലെ ബാർ ഉടമകൾ തന്നെ ഈ പരിപാടി റദ്ദാക്കിയതായി അറിയിക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ മഥുരയിലെ ബാറിൽ നടക്കുന്ന പരിപാടിക്കായിരുന്നു സണ്ണി ലിയോൺ പങ്കെടുക്കാൻ വരുന്നത്. ജനുവരി 1 ബാറിൽ നടക്കുന്ന DJ-യിൽ താനും ഉണ്ടാകുമെന്ന് സണ്ണി ലിയോൺ പറയുന്ന ഒരു പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. അതിനുശേഷമാണ് മഥുര ഒരു പുണ്യഭൂമിയാണെന്ന് പറഞ്ഞ് സന്യാസി സമൂഹം പരാതിയുമായി രംഗത്ത് വന്നത്. സണ്ണി ലിയോൺ ഇതിനു മുമ്പ് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച ആളാണെന്ന് ആ സന്യാസി പരാതിയിൽ പറയുന്നുണ്ട്. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ അവിടെ പ്രാർത്ഥനയ്ക്കായി എത്തുന്നുണ്ട്. ആ പുണ്യഭൂമിയെ അപകീർത്തിപ്പെടുത്താൻ ചില ആളുകൾ ഗൂഢാലോചന നടത്തുന്നു. ഇത്തരം പരിപാടികൾ നടത്തി മതവിരുദ്ധ വികാരം ഉണർത്താനാണ് ശ്രമിക്കുന്നത്. ഈ പുണ്യഭൂമിയുടെ പ്രതിച്ഛായ അത് കളങ്കപ്പെടുത്തുമെന്നും അദ്ദേഹം പരാതിയിൽ പറയുന്നു. അതിന് പിന്നാലെ ബാർ ഹോട്ടൽ തന്നെ ആ പരിപാടി റദ്ദാക്കുകയായിരുന്നു. ആദരണീയരായ സന്യാസിമാരെ ബഹുമാനിക്കുന്നതിനാൽ ജനുവരി 1 സണ്ണി ലിയോൺ വരുന്ന പരിപാടി റദ്ദാക്കുന്നു എന്നായിരുന്നു ബാർ ഉടമകൾ അറിയിച്ചത്. മധുരയിലെ സ്വകാര്യ ഹോട്ടലുകളായ ലളിത ഗ്രാൻഡ്, ദ ട്രക്ക് എന്നിവിടങ്ങളിലായിരുന്നു സണ്ണി ലിയോണിൻ്റെ DJ ഷോ നടക്കേണ്ടിയിരുന്നത്. ഈ പരിപാടിക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി നിർമ്മാൺ ട്രസ്റ്റ് ഭാരവാഹിയും പുരോഹിതരുമായ ദിനേശ് ഫലാഹാരി മഹാരാജാണ് മധുര ജില്ലാ മജിസ്ട്രേറ്റിന് കത്തയച്ചത്. കടുത്ത എതിർപ്പ് ഉയർന്നവരെ സണ്ണി ലിയോൺ പങ്കെടുക്കേണ്ടിയിരുന്ന ആ ഷോ റദ്ദാക്കുകയായിരുന്നു. പുതുവത്സരാഘോഷ പരിപാടി അശ്ലീലവും അസഭ്യവും നിറഞ്ഞതാണെന്നും മധുരയിലേക്ക് സണ്ണി ലിയോണിൻ്റെ പ്രവേശനം വിലക്കണമെന്നും സന്യാസിമാർ കൂട്ടത്തോടെ പിന്നീട് ആവശ്യപ്പെടുകയും ചെയ്തു. നഗ്ന സന്യാസിമാർ പേക്കൂത്ത് നടത്തുന്ന മധുരയിൽ സണ്ണി ലിയോൺ വരാൻ പാടില്ലെന്ന് പറയുന്നതിലെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. അവർ അമ്പലത്തിലൊന്നുമല്ല വരുന്നത്, ബാറിലും ഹോട്ടലിലുമാണ് ന്യൂ ഇയറിന് പരിപാടി നടത്തുന്നത്. അതേപോലെ ഈ പരാതി കൊടുത്ത ആളുടെ പേര് ശ്രദ്ധിച്ചപ്പോഴാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെക്കുറിച്ച് ഓർക്കുന്നത്. ദിനേശ് ഫലാഹാരി മഹാരാജാണ് സണ്ണി ലിയോൺ വരുന്നത് തടയാൻ പരാതി നൽകിയത്. പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന സന്യാസിമാരെയാണ് പൊതുവെ ഫലാഹാരി എന്ന് വിളിക്കുന്നത്. രാജസ്ഥാനിലെ സ്വയം പ്രഖ്യാപിത ആൾദൈവമായിരുന്നു കൗശലേന്ദ്ര പ്രപന്നാചാര്യ ഫലാഹാരി മഹാരാജ്. അദ്ദേഹത്തെയാണ് 21 വയസ്സുകാരിയെ സ്വന്തം ആശ്രമത്തിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ ഫലാഹാരി സന്യാസിയുടെ ശുപാർശയിൽ ആ യുവതിക്ക് ഡൽഹിയിൽ ഒരു മുതിർന്ന അഭിഭാഷകൻ്റെ സ്ഥാപനത്തിൽ പരിശീലനത്തിന് അവസരം ലഭിച്ചു. അതിന് കിട്ടിയ ആദ്യ ശമ്പളമായ 3000 രൂപ ആശ്രമത്തിന് നൽകാനാണ് യുവതി എത്തിയത്. എന്നാൽ ഗ്രഹണ ദിവസമായ അന്ന് ആർക്കും ദർശനം നൽകില്ലെന്ന് അറിയിച്ച ബാബ യുവതിയെ അന്നവിടെ താമസിക്കാൻ നിർബന്ധിച്ചു. തുടർന്ന് രാത്രി യുവതിയെ ഇയാൾ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി. അന്ന് പേടിച്ചുപോയ യുവതി സംഭവം പുറത്തു പറയാൻ തയ്യാറായതുമില്ല. ഒടുവിൽ മറ്റൊരാൾ ദൈവം ഗുർമീത് റാം റഹീം സിംഗിനെ ബലാത്സംഗ കുറ്റത്തിന് കോടതി 20 വർഷത്തെ തടവിന് ശിക്ഷിച്ച വാർത്ത വന്നതോടെയാണ് ഈ സംഭവം പുറത്തു പറയുന്നത്. അങ്ങനെയാണ് 70 വയസ്സുള്ള ഫലാഹാരി സന്യാസിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്.